ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രദ ആകെ വിഷമിച്ചു. മഹാദേവ, ചേച്ചിയോട് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എത്രയൊക്കെ ഇനി ഞാൻ റാണിയാണെന്ന് പറഞ്ഞാലും എന്റെ ചേച്ചിയല്ലേ. തീർച്ചയായും ചേച്ചിക്ക് വിഷമമായി കാണും. അത് തന്നെയാ ചേച്ചി ഇവിടെ നിന്നും പോയത്. എനിക്ക് എന്റെ ചേച്ചി കഴിഞ്ഞേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ഉറങ്ങിക്കഴിയട്ടെ. ചേച്ചിയെ കണ്ടെത്തി എനിക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ. രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് ഋഷി സോഫയിൽ കിടന്ന് കണ്ണുകളടച്ചു. ഋഷി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ പ്രദ തന്റെ ശക്തി ഉപയോഗിച്ച് അവിടെ നിന്നും അപ്രത്യക്ഷയായി മത്സ്യലോകത്തേക്ക് പോയി. മത്സ്യലോകത്തിലെ കൊട്ടാരത്തിലെത്തിയ പ്രദ കാണുന്ന കാഴ്ച മത്സ്യറാണിയമ്മയുടെ മടിയിൽ തലവച്ചു കരയുന്ന മെഹക്കിനെ ആയിരുന്നു. പ്രദയെ കണ്ട മെഹക് തന്റെ കണ്ണുകൾ തുടച്ച് അവളുടെ നേരെ നോക്കി നിന്നു. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പ്രദ ഓടിപ്പോയി മെഹക്കിനെ കെട്ടിപ്പിടിച്ചു. പ്രദയുടെ കെട്ടിപ്പിടുത്തത്തിൽ മെഹക് ആകെ സന്തോഷിച്ചിരുന്നു. സങ്കടത്തിൽ നിന്നും വിടരുന്ന പുഞ്ചിരിയോടെ മെഹക് പ്രദയോട് പറഞ്ഞു, പ്രദ, എന്താ ഇത്? പ്രദ പെട്ടെന്ന് ഒന്നുകൂടി ഇറക്കി കെട്ടിപ്പിടിച്ച് മെഹക്കിനോടായി പറഞ്ഞു, ചേച്ചി, എന്നോട് ക്ഷമിക്ക് ചേച്ചി. ഞാൻ അന്നേരം പറയാൻ പാടില്ലാത്തതൊക്കെ ചേച്ചിയെ പറഞ്ഞു പോയി. ചേച്ചി, എനിക്ക് ക്ഷമ തരണം. വാസ്തവത്തിൽ നടന്നതെന്തെന്ന് എനിക്ക് ഓർമ്മയില്ല ചേച്ചി. എന്റെ ചേച്ചിയെ ഞാൻ വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി ഒരിക്കലും എന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടാവില്ല. എന്റെ ചേച്ചി എനിക്ക് ക്ഷമ തന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഇന്നത്തോടെ വെടിയും. പ്രദ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മെഹക്കിന്റെ കണ്ണുകളാകെ നിറഞ്ഞു തുളുമ്പി. തന്റെ അനുജത്തിക്ക് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മെഹക് തിരിച്ചറിഞ്ഞു. ശേഷം പ്രദയെ മെഹക് തന്നിൽ നിന്നും അടർത്തി മാറ്റി. പ്രദ, നീ നോക്ക്, നീ എന്റെ അനുജത്തിയാണ്. പക്ഷെ അന്നേരം നീ പറഞ്ഞതാണ് ശരി. നീ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കാതെ ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നിന്നെ അത് ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചുവെന്ന് എനിക്കറിയാം. ചേച്ചിയോട് ക്ഷമിക്കുമോളെ. ഇരുവരും വീണ്ടും കെട്ടിപ്പിടിച്ചു. മെഹക് പ്രദയുടെ മുടിയിഴകളിൽ തലോടി. പ്രദ കണ്ണു നിറഞ്ഞു തുളുമ്പിക്കരഞ്ഞു. ചേച്ചി, ഞാനല്ലേ തെറ്റ് ചെയ്തത്? എന്നും എന്റെ ചേച്ചി എന്റെ കൂടെ ഉണ്ടാവണം. ചേച്ചി ഇല്ലാതെ ഞാനില്ല. ഞാനല്ലേ ചേച്ചി സത്യങ്ങൾ തിരിച്ചറിയാതെ ചേച്ചിയോട് ദേഷ്യപ്പെട്ടത്. ചേച്ചി, സത്യത്തിൽ ആ പാർട്ടിയിൽ അവിടെ നടന്നതെന്തെന്ന് എനിക്ക് ഓർമ്മയില്ല. പ്രദയുടെ വാക്കുകൾ കേട്ട മെഹക് അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? ഓർമ്മയില്ലെന്നോ? അതെ ചേച്ചി, ആ പാർട്ടിയിൽ എന്താണ് നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പാർട്ടി നടക്കുന്നതിനിടെ ഞാനൊരു ജ്യൂസ് കുടിച്ചിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ചേച്ചി, എന്നോട് നടന്നതെന്തെന്ന് പറഞ്ഞു താ. ഋഷിയും ഞാനും ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ പിന്നെ എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല. ഓർമ്മയില്ല ചേച്ചി. മെഹക് പെട്ടെന്ന് തന്റെ കണ്ണുകൾ അടച്ചു. കണ്ണുകൾ തുറന്ന് ആ പാർട്ടിയിൽ പ്രദ ഋഷിയുമായി ഡാൻസ് ചെയ്യുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ തന്റെ കണ്ണിലെ കൃഷ്ണമണിയിലൂടെ പ്രദയ്ക്ക് മെഹക് കാട്ടിക്കൊടുത്തു. പ്രദ, എല്ലാവരും നോക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം കണ്ട പ്രദ ശരിക്കും ഞെട്ടുകയായിരുന്നു. ചേച്ചി, ഇതെല്ലാം എന്താ? ഞാൻ ഋഷിയുമായി എങ്ങനെ ഇതെല്ലാം ചെയ്യാനായി ധൈര്യപ്പെട്ടു? എനിക്ക് എന്താണ് സംഭവിച്ചത്? പ്രദ കരയാനായി തുടങ്ങി. മെഹക് പെട്ടെന്ന് പറഞ്ഞു, സത്യത്തിൽ ഇന്ന് നടന്ന ദൃശ്യങ്ങൾ കണ്ട ഞാനും ആകെ ഞെട്ടിയിരുന്നു പ്രദ. നീ ഋഷിയുമായി എന്തിനിങ്ങനെയൊക്കെ ചെയ്തു എന്നറിയാനും നീ നിന്നെ സ്വയം മറക്കുന്നുവോ എന്ന് അറിയാനും വേണ്ടിയാ ഞാൻ അന്നേരം അതെല്ലാം ചോദിച്ചത്. പക്ഷെ അപ്പോഴേക്കും നീ... പ്രദ പെട്ടെന്ന് മെഹക്കിന്റെ കാലിൽ വീണു. ചേച്ചി, സത്യത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഈ അനുജത്തിക്ക് അവിടെ നിന്ന് മാപ്പ് തരണം. ഋഷി എന്നെ പിന്നീട് കെട്ടിപ്പിടിക്കാനായി ശ്രമിച്ചു. ഋഷിയും കൂടി എന്നോട് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ വന്നതിന് ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോ ഋഷിയും ചേച്ചി പ്രതികരിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് ദേഷ്യപ്പെട്ടപ്പോഴാ എന്തോ പ്രശ്നം ഇതിനിടയിൽ നടന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ. ചേച്ചി, എന്നോട് ക്ഷമിക്ക്. ഇതില് ക്ഷമയുടെ ആവശ്യമൊന്നുമില്ല. നീ അറിഞ്ഞുകൊണ്ട് എന്നോട് പെരുമാറിയതല്ലോ. ഒരിക്കലും നീ അങ്ങനെ പെരുമാറുകയുമില്ലെന്ന് ഈ ചേച്ചിക്ക് അറിയാമല്ലോ. പോട്ടെ, എഴുന്നേൽക്ക്. ഇരുവരുടെയും മുഖത്ത് വീണ്ടും വിഷമം മാറി സന്തോഷം നിറഞ്ഞു. ഇരുവരും കെട്ടിപ്പിണർന്നു. അത് കണ്ട് മത്സരാണിയമ്മ പറഞ്ഞു,
എൻ്റെ മക്കളാ നിങ്ങൾ. എനിക്കറിയാം നിങ്ങൾ ഇരുവരും ഒരിക്കലും ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ തെറ്റില്ലെന്ന്. ഇപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ. പെട്ടെന്ന് മെഹക്കിന്റെയും പ്രദയുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നമ്മളെ പിരിക്കാൻ ആർക്കുമാകില്ല പ്രദ. കാരണം നമ്മൾ ഇരുവരും രണ്ടല്ല, ഒന്നാണ്. പക്ഷേ നമ്മൾ മൂവരിൽ നിന്നും ഒരാളെ മുറിച്ചു മാറ്റിയ ആ പാപികളോട് നമുക്ക് പകരം ചോദിക്കണം പ്രദ. അതാണ് നമ്മുടെ ലക്ഷ്യം. അതേ ചേച്ചി, ഗാഥ ചേച്ചിയുടെ കൊലയ്ക്ക് നമ്മൾ പകരം ചോദിച്ചിരിക്കും. ഇത് ഈ മത്സ്യറാണിയുടെ പ്രതിജ്ഞയാണ്. പ്രദ, നിന്റെ ജ്യൂസിൽ തീർച്ചയായും എന്തോ കലർന്നിരിക്കണം. അത് ആരായിരിക്കും എന്നാലും കലർത്തിയത്? കണ്ടുപിടിക്കണം ചേച്ചി. എല്ലാത്തിലും എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഞാൻ എത്രയും വേഗം ഗുജറാൾ ഹൗസിൽ എത്തട്ടെ. ഋഷിയെങ്ങാനും കണ്ണു തുറന്നാൽ എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ സംശയം വരും. ചേച്ചി രാവിലെ അങ്ങ് എത്തിയാൽ മതി. ശരി പ്രദ, നീ പോയി വാ. പ്രദ അവിടെ നിന്നും മത്സ്യമായി മാറി കടൽക്കരയിലേക്ക് നീന്തിപ്പോയി. ഇതേസമയം ഋഷി ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്നിരുന്നു. കട്ടിലേക്ക് മിഴികൾ പായവേ പ്രദ അവിടെ ഇല്ലെന്ന് ഋഷി മനസ്സിലാക്കി. ഈ പ്രദ, അവളിത് എവിടെ പോയി? ഈ രാത്രിയിൽ അവളിത് എങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുക? ഇതേസമയം പ്രദ ആ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നിരുന്നു. സോഫയിൽ ഉണർന്നിരുന്ന ഋഷിയെ കണ്ടതും പ്രദ ഞെട്ടിപ്പോയി. മനസ്സിൽ അവൾ ഓർത്തു, മഹാദേവ, ഞാൻ പെട്ടു. എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ഞാൻ? മനസ്സിൽ ചിന്തിച്ചു തീരും മുൻപേ ഋഷി ആ ചോദ്യവുമായി അവൾക്ക് മുന്നിലെത്തി. പ്രദ, താനിത് എവിടെ പോയതാ ഈ രാത്രിയിൽ? പ്രദ ആകെ നടുങ്ങിപ്പോയി. അത് ഞാൻ വെള്ളം കുടിക്കാൻ ഞാൻ കിച്ചണിലേക്ക് പോയതാ. ഒരു കള്ളത്തെ മറയ്ക്കാൻ 1000 കള്ളം പറയണമെന്നതുപോലെ ഋഷിയുടെ അടുത്ത ചോദ്യം പ്രദയ്ക്ക് മേൽ ഉയർന്നു. പ്രദ, ഈ റൂമിൽ ജഗ്ഗിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ താൻ കിച്ചണിലേക്ക് പോയത്? പെട്ടെന്ന് പ്രദ ഋഷിയോട് ചെറുതായി ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇത് കൊള്ളാലോ, എന്നെ ചോദ്യം ചെയ്യുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കട്ടിലിനരികിലേക്ക് പോകാൻ തുടങ്ങിയതും കാൽ വഴിക്ക് വീഴാനായി തുടങ്ങി. പെട്ടെന്ന് പ്രദയെ താങ്ങിപ്പിടിച്ച് ഋഷി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. പ്രദ ഋഷിയുടെ കണ്ണുകളിലേക്കും ഋഷി തിരിച്ചും നോക്കിക്കൊണ്ടിരുന്നു. കണ്ണുകളിലൂടെ പരസ്പരം എന്തോ കടന്നു പോകുന്നുണ്ടായിരുന്നു. അത് പ്രണയമാണോ? അറിയില്ല. പക്ഷേ പ്രദ ഇപ്പോൾ ചവിട്ടിയിരിക്കുന്നത് തറയിൽ തട്ടി നിൽക്കുന്ന ഋഷിയുടെ മുണ്ടിന്റെ തുമ്പിലാണ്. ഋഷി പോലും അറിയാതെ ഋഷിയുടെ മുണ്ട് അഴിഞ്ഞു തുടങ്ങി. പെട്ടെന്ന് ഋഷി അത് ശ്രദ്ധിച്ചു. അയ്യോ എന്ന് പറഞ്ഞ് ഋഷി അവന്റെ അഴിഞ്ഞ മുണ്ട് തിരികെ എടുത്ത് ഉടുക്കാൻ തുടങ്ങി. ഇത് കണ്ട പ്രദ ഋഷിയിൽ നിന്നും അടർന്നു മാറി. ഒരു കുട്ടിയെപ്പോലെ പ്രദ ഋഷിയോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്റെ സമ്മതമില്ലാതെ എന്നെ സ്വന്തമാക്കാമെന്നാണോ? ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. പ്രദ പറയുന്ന വെട്ടിത്തരങ്ങൾ കേട്ടു നിൽക്കുന്ന ഋഷി പെട്ടെന്ന് പ്രദയുടെ ചുണ്ടുകളെ മൂടിക്കൊണ്ട് തന്റെ ചൂണ്ടുവിരൽ ചുണ്ടുകൾക്ക് മീതെ വെച്ചു. ശേഷം അവളോട് ശാന്തമായി പറഞ്ഞു, പ്രദ, താനാണ് എന്റെ മുണ്ടിൽ ചവിട്ടിയത്. അങ്ങനെയാണ് മുണ്ടഴിഞ്ഞത്, അല്ലാതെ താൻ കരുതും പോലെ. പെട്ടെന്ന് പ്രദ അയ്യോ എന്ന മട്ടിൽ ചമ്മിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. ഋഷി പ്രദയുടെ ചുണ്ടിൽ നിന്നും തന്റെ ചൂണ്ടുവിരൽ എടുത്തു. ശേഷം ഒന്നും മിണ്ടാതെ ഋഷി സോഫയിലേക്ക് പോയി കിടന്ന് വീണ്ടും കണ്ണുകൾ അടച്ചു. പ്രദയും കട്ടിലിൽ വന്ന് കിടന്നു. ലൈറ്റ് ഓഫാക്കി പ്രദയും ഉറക്കത്തിലേക്ക് ചാഞ്ഞു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. നല്ല നിലാവെളിച്ചമുണ്ട്. ക്ലോക്കിലെ സെക്കൻഡ് സൂചിയിലെ സൗണ്ട് റൂമിൽ നന്നേ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അവൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 3:30 മനസ്സിലായി. വീണ്ടും കിടക്കാനായി തുടങ്ങവേ അവൾ ഋഷിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് തന്നിലേക്ക് എന്തോ അനുഭവപ്പെടുന്ന പോലെ തോന്നി. എന്താ ഇത്? ഈ ഋഷഭ് എന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുമ്പോൾ എനിക്ക് എന്താണ് അവനിൽ അലിയാമെന്ന് തോന്നൽ ഉണ്ടാകുന്നത്? മഹാദേവ, ഈ ഋഷി എന്താ എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ? അറിയില്ല, പക്ഷെ എന്തോ ഒന്ന് എന്നെ ഋഷിയിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അതിനി പ്രണയമാണോ? ഒരു മത്സ്യകന്യകയാണ് ഞാൻ. എന്നിരുന്നാലും എന്റെ മനസ്സ് എന്തിനാ ഇവന് വേണ്ടി പിടയുന്നത്? എനിക്കൊന്നും അറിയില്ല. ഋഷി ഇന്നെന്റെ ചുണ്ടിൽ അവന്റെ വിരൽ കൊണ്ട് സ്പർശിച്ചപ്പോൾ എന്താ എനിക്കതിനെ തടയാൻ തോന്നാതിരുന്നത്? ഞാൻ എന്തോ ഋഷിയുടെ സാമീപ്യം ആഗ്രഹിക്കും പോലെ. പെട്ടെന്ന് വീണ്ടും പ്രദ സുബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഇല്ല, പാടില്ല. ഞാൻ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ഞാൻ ഗുജറാൾ ഹൗസിലെത്തിയത് പ്രതികാരം ചെയ്യാനാണ്. എന്റെ ചേച്ചി ഗാഥയുടെ കൊലയ്ക്ക് പകരം ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. മാത്രമല്ല, ഒരു മത്സ്യകന്യക ഒരിക്കലും ഒരു മനുഷ്യനുമായി പ്രണയത്തിലാകാൻ പാടില്ല. ഒരുപക്ഷെ എന്റെ ചേച്ചി അങ്ങനെ മനുഷ്യനുമായ പ്രണയത്തിലായതുകൊണ്ടായിരിക്കാം അവൾക്ക് അങ്ങനെ ഒരു വിധി മഹാദേവൻ കാത്തുവച്ചിരുന്നത്. ഇനി ഒരു ഗാഥയ്ക്കും ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഞാൻ എന്ന മത്സ്യകന്യക ഋഷി എന്ന കൊലയാളിയോട് പകരം ചോദിക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. അതിനുശേഷം യാശിലയുമായുള്ള എൻ്റെ ജീവിതം. ഒരിക്കലും ഇവരുടെയൊക്കെ കുരുക്കുകളിൽ ഞാൻ അകപ്പെടില്ല. ഇതെല്ലാം ഇവരുടെ എല്ലാം തന്ത്രങ്ങളാണ്. ചേച്ചി കൂടി രാവിലെ ഒന്ന് എത്തിക്കോട്ടെ. മത്സ്യകന്യകയുടെ പ്രതികാര കഥ തുടങ്ങാൻ സമയമായി. ഇനി ഈ ദുഷ്ടന്മാരുടെ എല്ലാം അന്ത്യമാണ്.
ഇനി ഈ ബ്രഹ്മാണ്ടം തന്നെ ഇളകി മറിഞ്ഞാലും എന്റെ പ്രതികാരം ഞാൻ പൂർത്തിയാക്കും. ഈ മത്സരാണി വന്നത് അതിനാണെങ്കിൽ ഞാനത് നിറവേറ്റുകയും ചെയ്യും. ആ ദിവസം അങ്ങനെ അസ്തമിച്ചു. രാവിലെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായി മെഹക് പ്രദയ്ക്കരികിലെത്തി. പ്രത, അപകടം! എന്താ ചേച്ചി എന്താ ഈ പറയുന്നത്? അത് നീ ഇനി ഇവിടെ നിന്നാൽ നിന്റെ സത്യം ഇവിടെ എല്ലാവരും അറിയാൻ സാധ്യതയുണ്ട്. നിന്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ് പ്രത.